ഇത്തവണത്തെ ISL മാച്ച് കൊച്ചിയിൽ വരുന്നതിനുള്ള ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെയാണ് അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതുപ്രകാരം കളി കൊച്ചിയിൽ നടക്കും. GCDA കൊച്ചിയിൽ കളി വരുന്നതിന് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കും. പ്രത്യേകിച്ച് സ്റ്റേഡിയം നവീകരിച്ചതിന് ശേഷം ISL മാച്ച് വരുന്നത് ഏറെ സന്തോഷകരമാണ്. മറിച്ച് വന്ന വാർത്തകളൊന്നും ഇപ്പോഴത്തെ നിലയിൽ നിലനിൽക്കുന്നതല്ല. സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിൻ്റെ സന്ദർഭം മെസ്സി വരുന്നതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര മത്സരത്തിൻ്റെ ലെവലിലേക്ക് സ്റ്റേഡിയത്തിൻ്റെ കുറവുകൾ പരിഹരിക്കാനാണ് ആലോചിച്ചതും തീരുമാനിച്ചതും. അതിനുവേണ്ടി സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് ഞങ്ങളുടെ സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. നവീകരണം നിർവഹിച്ചത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. കഴിഞ്ഞ നവംബർ 28-ന് നവീകരണത്തിൻ്റെ മെസ്സി വരുന്നില്ലെന്നെങ്കിൽ പോലും സ്റ്റേഡിയം നമ്മൾ തിരിച്ചെടുത്തു. അതിനോടകം ഏതാണ്ട് എല്ലാ ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മതിലുകെട്ട് ഏറെക്കുറെ നല്ല നിലയിൽ പൂർത്തിയായിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തീർക്കാവുന്നതേ ഉള്ളൂ. മറ്റ് എടുത്തു പറയാവുന്ന കുറവുകളൊന്നും ഇല്ലെങ്കിൽ ബാക്കിയില്ല. കസേരകളിൽ മാറ്റം വന്നു. സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി സംബന്ധിച്ചുള്ള അസസ്മെൻറ്റ് നടത്തി 50,000 സർട്ടിഫൈ ചെയ്തു. അങ്ങനെ ഡ്രെയിനേജ്, അവിടെ ഡ്രസ്സിങ് റൂം, നമ്മുടെ അകത്തുള്ള സീരീസ് ഓഫ് ടോയ്ലറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നേ. അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നവീകരണത്തിൽ ഇടപെടുമ്പോൾ SKFൻ്റെ മേൽനോട്ടത്തിലും അതിൻ്റെ ഒപ്പം GCD എഞ്ചിനീയേഴ്സിൻ്റെ കുറിച്ച് ഒരു ത്രികക്ഷി കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയാണ് ചെയ്യുന്നത്. അത് തൃപ്തികരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിലും പരസ്പര ധാരണയിൽ അത് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ചുരുക്കത്തിൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് വളരെ മാറിയിട്ടുണ്ട്. ടർഫാണെങ്കിലും എല്ലാ നിലയിലും. ഉണ്ടോ? ആണോ? എത്ര ഉണ്ടാവും? ഇല്ല, ഞാൻ ചോദിക്കണത് വല്ല വിവരമുണ്ടോ നിൽക്കാനെ സംബന്ധിച്ച്? അതൊരു ഓൺ ഗോയിങ്, അവരുടെ ഹോം ഗ്രൗണ്ടല്ലേ. ഓരോ കളി കഴിയുമ്പോഴും കുറേ ഡാമേജസിൻ്റെ പെനാൽറ്റി ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ പോയിട്ടില്ല. ഇല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഒരു കാര്യം പറയാം, കളി ഇവിടെ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നീക്കുപോക്കുകളും ചെയ്യും. അത് GCDAക്ക് നഷ്ടം വരുത്തിക്കൊണ്ടൊന്നും ആയിരിക്കില്ല. പ്രത്യേകിച്ച് സ്റ്റേഡിയം മികച്ച നിലയിലേക്ക് മാറിയതുകൊണ്ട് അത് പരിഗണിക്കണം.